ആകാശവാണി കവരത്ത് നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, പേര് പറഞ്ഞോളൂ. ആരാണ്? ഷെസ മെഹറിൻ. ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നത്? ഏതാ ദ്വീപ്? കവരത്തിക്കാരി തന്നെയാണോ? അല്ല, ആന്ധ്രോത്ത. ഇവിടെ കവരത്തിയിൽ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ ഈസ്റ്റ് നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ്. ഇപ്പൊ 5ാം ക്ലാസ്സിലാണ്. അപ്പൊ അവിടുത്തെ അവസാന വർഷമാണ് അല്ലേ? അതെ. അപ്പൊ ഇത്രയും വരെ പഠിച്ചതൊക്കെ എവിടെ? ഏതാ സ്കൂള്? അവിടെ തന്നെയാ. ഓ, മൊത്തം അവിടെ തന്നെയാണ്. അതെ. അതെങ്ങനെയാ? വീടിന്റെ അടുത്ത് ഈസ്റ്റ് സ്കൂൾ ആയതുകൊണ്ടാണോ? അങ്ങനെ എന്തെങ്കിലാണോ? അല്ല, അല്ലാതെ സെലക്ട് ചെയ്തതാണ്. അല്ലാതെ സെലക്ട് ചെയ്തതാണല്ലേ ഈസ്റ്റ്. 5ാം ക്ലാസ് വരെ ആയി അവിടെ പഠിച്ചിട്ട്. അപ്പൊ അവിടുത്തെ അനുഭവം എങ്ങനെയായിരുന്നു? നല്ല അനുഭവമാണോ? നല്ല ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടീച്ചേഴ്സാ. എങ്ങനെ, നല്ല ഫ്രണ്ട്ലി ആണോ എല്ലാവരും? ഓക്കെ. പിന്നെ നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ സ്കൂളില്? ഉണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം എങ്ങനെയാ അവിടെ? മിഡ് ഡേ മീൽസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം നല്ലതാണ് അല്ലേ? ഓക്കെ. ഷെസമോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ, ഉപ്പ, ചേട്ടൻ. ചേട്ടന്റെ പേരോ? മുഹമ്മദ് അൻഷർ. വലിയ ചേട്ടനാണോ അല്ല പഠിക്കുകയാണോ? പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിലാ. ഇവിടെ കവരത്തിൽ തന്നെയാണ്? അതെ. പിന്നെ ഉമ്മയുടെയും ബാപ്പയുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൂ. ഉമ്മയുടെ പേര് ഷഹനാസ് ബീഗം. ബാപ്പയുടെ പേര് മുഹമ്മദ് മുഖ്താർ. ബാപ്പയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പോ ഇവിടെ അല്ല, സീമനാണ്. ഇപ്പൊ ഇവിടെ അല്ല, ബാർജില. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വരും? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പൊ ബാപ്പനെ എങ്ങനെ മിസ് ചെയ്യാറുണ്ടോ ഷെസ? ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ബാപ്പ വരും? 2 പ്രാവശ്യമൊക്കെ വരും. 2 പ്രാവശ്യമൊക്കെ വരും. അപ്പൊ വരുമ്പോ എങ്ങനെയാ, നിങ്ങൾ ഔട്ടിംഗ് ഒക്കെ പോവാറുണ്ടോ അവിടെ? അപ്പൊ ബാപ്പ വരുമ്പോ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എവിടേക്ക് പോവും? പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കും? എങ്ങനെയാ? പുറത്തൊക്കെ ഫുഡ് കഴിക്കും. പിന്നെ കറങ്ങാനൊക്കെ പോകും. അപ്പൊ അങ്ങനെ ബാപ്പ തിരിച്ചു പോകുമ്പോ ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ. ആകാശവാണി കവരത്തെ നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്കാണ് ഷെസമോൾ വിളിച്ചിരിക്കുന്നത്. നേരത്തെ പരിപാടി കേട്ടിരുന്നോ? മുമ്പ് വന്നിട്ടുണ്ട്. ഓ, ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. എന്താ പരിപാടി എന്തെങ്കിലും അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? ഒരു പാട്രിയോട്ടിക് സോങ്. ഏത് ദിവസമായിരുന്നു? സ്പെഷ്യൽ പ്രോഗ്രാമിന് എന്തെങ്കിലും പങ്കെടുത്തത്? കഴിഞ്ഞ കൊല്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ നവംബർ 14 ആണോ അല്ല ഓഗസ്റ്റ് 15 അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലും ആണോ പങ്കെടുത്തത്? ഓർക്കുന്നുണ്ടോ? എന്തായാലും കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ? അതെ. അപ്പൊ നേരിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്താണ്? അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ ആകാശവാണിക്ക് പരിചയമുള്ള ഒരാളാണല്ലേ? അതെ. അപ്പൊ ഇനിയും പുതിയ പുതിയ പരിപാടികളിലേക്കൊക്കെ ഷെസ വരാട്ടോ, പങ്കെടുക്കാം. അപ്പൊ ഞങ്ങളെ സ്വാഗതം ചെയ്യാണ് ഷെസമോളെ. അപ്പൊ എന്തായാലും പുതിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് വരാട്ടോ. നമ്മള് ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ 10 ചോദ്യങ്ങളാണ്, അറിയാലോ അതൊക്കെ? അതെ. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രം ഏതാണ്? പസഫിക് ഓഷ്യൻ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. പിന്നെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് അപ്പോ? ലാർജസ്റ്റ് ഓഷ്യൻ? പസഫിക് ഓഷ്യൻ ആണ്. എന്താ ഒരു ഡൗട്ട് വന്നോ അതില്? ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ പറഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡീപ്പസ്റ്റ് ഓഷ്യൻ ഏതെന്നാണ്. ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. എന്നാൽ ഏറ്റവും വലിയ സമുദ്രവും ഏത് തന്നെയാണ്? പസഫിക് സമുദ്രം തന്നെയാണ്. ഇതിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഡീപ്പിന് ഏകദേശം 11,000 മീറ്റർ ആഴമുണ്ട്. അപ്പോൾ നമ്മൾ കുറെ വിവരങ്ങളും കൂടി ഇപ്പൊ പഠിച്ചില്ലേ ഇതില്? രണ്ടാമത്തെ ചോദ്യം: പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത ദ്വീപ് ഏതാണ്? പക്ഷിപ്പിട്ടി. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇതാരെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു തന്നോ? അല്ല. ഞാൻ വിചാരിച്ചു അവിടെ ചേട്ടനുണ്ടെന്ന്. ചേട്ടനുണ്ടോ അടുത്ത്? അല്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്. പക്ഷിപ്പിട്ടി അല്ലെങ്കിൽ പിട്ടി ദ്വീപാണ് ഉത്തരം. പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത പ്രധാന ദ്വീപ് പിട്ടി ദ്വീപാണ്. ഇതിനെ പക്ഷിപ്പിട്ടി എന്നും അറിയപ്പെടാറുണ്ട് അല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കടൽ പക്ഷികളുടെ പ്രജനന കേന്ദ്രവും അതേപോലെ തന്നെ ആമകളുടെ പ്രജനനത്തിനും ഈ ദ്വീപ് വളരെയധികം പേരുകേട്ടതാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം: സാർവത്രിക രക്തദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓ പോസിറ്റീവ് ആണോ? ഉത്തരം തെറ്റാണ്. ഇപ്പൊ ഞാൻ എന്തായാലും ഒരു ചാൻസ് കൂടി തന്നാല് മോൾ ഏത് ആൻസർ ആയിരിക്കും പറയാ? അല്ല, ഓ നെഗറ്റീവ് ആണ്. സാർവത്രിക രക്തദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ നെഗറ്റീവ് രക്തഗ്രൂപ്പാണ്. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
ആ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ കര അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും 2 രാജ്യങ്ങളുടെ പേര് പറയുക. ബംഗ്ലാദേശ്, ബംഗ്ലാദേശ്, ഒരെണ്ണം കൂടി പറഞ്ഞോ. ചൈന. ചൈന ഉത്തരം ശരിയാണോ? ശരിയാണോ ഉത്തരം? ഹലോ ഹലോ ഷെസ, ബംഗ്ലാദേശും ചൈനയാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ? അതെ. എന്നാലോ കോൺഫിഡന്റ് അല്ലല്ലോ അതില്. എന്താണ് പ്രശ്നം? എന്തായാലും ഉത്തരം ശരിയാണ് ഷെസ, ഉത്തരം ശരിയാണ്. പെട്ടെന്ന് എന്തോ ഒരു പേടിച്ച പോലെ അല്ലേ? അതെ. ഉത്തരം തെറ്റിയിട്ടൊന്നുമില്ല, ശരിയാണ്. നമ്മുടെ ഇന്ത്യ എത്ര അയൽ രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് എന്നുള്ളത് ഷെസ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. പഠിച്ചിട്ടില്ല. 9 അയൽ രാജ്യങ്ങളുണ്ട് നമുക്ക് ഇന്ത്യക്ക്. അപ്പൊ ഈ 9-ൽ 7 അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. പിന്നെ 2 എന്ന് പറയുന്നത് കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് പറയാം. ഇപ്പൊ മോള് പറഞ്ഞ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. പിന്നെ വരുന്ന 2 ശ്രീലങ്കയും മാലിദ്വീപും. ഈ 2 രാജ്യങ്ങളുമായിട്ടാണ് കടൽ അതിർത്തി പങ്കിടുന്നത്. ഓക്കെ. അപ്പൊ ടോട്ടൽ 9 രാജ്യങ്ങൾ, അതിൽ 7 രാജ്യങ്ങളുമായിട്ട് നമ്മൾ ലാൻഡ് ബൗണ്ടറിയാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ 2 രാജ്യങ്ങളുമായിട്ട് കടൽ അതിർത്തിയാണ് പങ്കിടുന്നത്. ഓക്കെ, പഠിച്ചോ? അടുത്ത 5-മത്തെ ചോദ്യം. പോവാല്ലേ 5-മത്തേലേക്ക്? താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. വെരി ഗുഡ്. അത് പെട്ടെന്ന് ആൻസർ പറഞ്ഞല്ലോ. ഇതാണിപ്പോ പറയുന്നത്, ആ പഠിച്ചാലേ പഠിച്ചതിന്റെ ഗുണം കാണുമെന്ന് പറയുന്നത്. പഠിച്ചപ്പോൾ അപ്പത്തന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റിയില്ലേ? പഠിക്കാത്തതാകുമ്പോൾ നമ്മൾ അവിടെ അതാണോ ഇതാണോ ആ ഒരു ഡൗട്ടിലായിരിക്കും ആൻസർ പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ 4-മതായിട്ട് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ മോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഇപ്പൊ മോള് പറഞ്ഞു താപമാപിനി അല്ലെങ്കിൽ തെർമോമീറ്റർ ആണല്ലേ? എന്നാൽ വളരെ ഉയർന്ന താപനില അളക്കാൻ നമ്മൾ പൈറോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതും കൂടി പഠിച്ചു വെക്കാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 5 ചോദ്യങ്ങൾ കവർ ചെയ്തു. ഇതിലിപ്പോൾ എത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളത് നോക്കാം. വെരി ഗുഡ് ഷെസ. നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചതിൽ മോൾക്ക് 4 ആൻസറിനുള്ള ശരിയായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്. 1 മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടി. ഇനി എത്ര മാർക്ക് കിട്ടണം സമ്മാനം കിട്ടണമെങ്കിൽ? 1 മാർക്ക് എന്തായാലും നമുക്ക് ഇനിയുള്ള ബാക്കി 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് കിട്ടൂലേ? 1 കിട്ടിയാൽ മതിയോ അല്ല ഫുൾ മാർക്ക് കിട്ടണോ? പിന്നെ എന്തായാലും ഫുള്ള് കിട്ടൂല, 1 എന്തായാലും തെറ്റിപ്പോയി. ഇനി ബാക്കി 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ 5 ചോദ്യങ്ങൾക്കും ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കട്ടെ. ഓക്കെ. ഷെസമോൾ ഇപ്പോൾ ശരിക്കും ആന്ത്രോത്ത് ദ്വീപുകാരിയാണ്. ഇപ്പൊ കവരത്തിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി? 3.5 കൊല്ലാണോ? അല്ല, ഇവിടെ 1ാം ക്ലാസ് മുതൽ ഇവിടെ പഠിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ എത്ര 3.5 കൊല്ലാണോ? പകുതിയിലാണ് നാട്ടിൽ നിന്ന് പഠിച്ചത്. അപ്പൊ ഫുൾ ഇവിടെ. ഏത് 1ാം ക്ലാസ്? നാട്ടിൽ നിന്ന് 1ാം ക്ലാസ് പകുതി പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി ഇവിടെ വന്നിട്ടല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ കവരത്തിയിലേക്ക് വരാനുള്ള കാരണം എന്താ? ഉമ്മക്ക് ട്രാൻസ്ഫർ ആയി. ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉമ്മ ഉള്ളത്? യുഡി ക്ലർക്ക് സർവീസ് സെക്ഷനിലാണ്. പേരെന്തായിരുന്നു ഉമ്മയുടെ? ഷഹനാസ് ബീഗം. ഓക്കെ. അപ്പോൾ ഉമ്മ നിങ്ങളെയൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യാറ്? 2 പേരും പഠിക്കുകയാണ്, ഉമ്മ ജോലിക്കും പോവാണ്. ഇപ്പൊ ബാപ്പ അടുത്തുമില്ല അല്ലേ? അപ്പൊ ഉമ്മ എങ്ങനെയാ മാനേജ് ചെയ്യാറ് നിങ്ങളെ? ബുദ്ധിമുട്ടിക്കാറുണ്ടോ നിങ്ങൾ ഉമ്മാനെ? ഇല്ല, നല്ല കുട്ടികളാണ്. അപ്പൊ ഷെസ എങ്ങനെയാ ഉമ്മനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്തൊക്കെയാ ചെയ്തു കൊടുക്കുക ഉമ്മക്കൊന്ന് പറയോ? അടിച്ചു വരാറുണ്ട്. നല്ല കുട്ടി. പിന്നെയോ? പാത്രം കഴുകാറുണ്ട്. പിന്നെ വസ്ത്രങ്ങളെ കഴുകാറുണ്ടോ? മടക്കി വെക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നല്ല കുട്ടിയാണ് കേട്ടോ. പിന്നെ ഷെസമോളെ പഠിപ്പിക്കാനായിട്ട് ചേട്ടൻ സമയം കണ്ടെത്താറുണ്ടോ? എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ചെറുതായിട്ട് ഉമ്മ പഠിപ്പിക്കും, ചേട്ടൻ ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ദ്രൗപദി മുർമുവിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രപതിയായ വനിത ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ? പ്രതിഭ പാട്ടീൽ. ഉത്തരം ശരിയാണ്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിൽ പറയാൻ. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി നമ്മുടെ ദ്രൗപദി മുർമു ആണ്.
2022 ജൂലൈ 25-നാണ് ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ചുമതലയേക്കുന്നത്. കണ്ടിട്ടുണ്ട്. ദ്രൗപദി മുർമുവിനെ കണ്ടിട്ടുണ്ടോ? അതെ. എവിടെന്നാ കണ്ടേ? ഇവിടെ കവരത്തി വന്നിട്ടുണ്ട് ദ്രൗപദി മുർമു. അപ്പൊ ഇവിടെ നമ്മുടെ ദ്വീപിൽ വെച്ചാണ് കണ്ടത് അല്ലേ? അതെ, ഞങ്ങളുടെ സ്കൂളിന്റെ പുറത്തങ്ങളെ നിന്നപ്പോ ഇങ്ങനെ പോവായിരുന്നു, അപ്പൊ കണ്ടു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രപതിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ? അതെ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. പ്രതിഭ പാട്ടീലിന് ശേഷമാണ് ഇവർ ഈ പദവിയിൽ എത്തുന്നത്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയും കൂടിയാണ് ദ്രൗപദി മുർമു. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇതിപ്പോ എങ്ങനെ കിട്ടി അതിന്റെ ആൻസർ? നേരത്തെ അറിയാമായിരുന്നോ, അല്ല ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചതാണോ അത്? അല്ല, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എവിടെന്നാ പഠിച്ചേ, ഓർക്കുന്നുണ്ടോ? ടിവിയില് കണ്ട് അപ്പൊ പഠിച്ചു. ജനസംഖ്യയിൽ 2ാമത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈന. അപ്പൊ നേരത്തെ ഏതായിരുന്നു? നമ്മൾ ഇന്ത്യ ആവുന്നതിന് മുമ്പ് ഏത് രാജ്യമായിരുന്നു ജനസംഖ്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്? ചൈനയായിരുന്നു. വെരി ഗുഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. എന്നാൽ തൊട്ട് പിന്നാലെ ചൈനയും അമേരിക്കയുമാണ്. 2023-ലാണ് ഇന്ത്യ ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ലോകത്ത് 1ാം സ്ഥാനത്തെത്തിയത്. 1950-ൽ ഐക്യരാഷ്ട്ര സംഘടന ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ ഈ സ്ഥാനത്ത് എത്തിയത്. കിട്ടിയോ? ഓക്കെ, അപ്പൊ 2023 മുതലാണ് ഇന്ത്യ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തെത്തുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 8ാമത്തെ ചോദ്യം. മഞ്ഞുകൊണ്ട് നിർമ്മിച്ച വീടിനെ എന്താണ് വിളിക്കുന്നത്? എ ഹൗസ് മെയ്ഡ് ഓഫ് ഐസ്. ഇഗ്ലൂ. ഓക്കെ, ഞാനിതെന്തായാലും ഷെസ പറയുന്നതിന് മുമ്പേ ടിക്ക് ഇട്ടു. എനിക്കറിയാം ഇതിന്റെ ആൻസർ എന്തായാലും ഷെസക്ക് കിട്ടും എന്നുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ EVS-ൽ? ഈ ഇഗ്ലൂ ഒക്കെ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്? തണുപ്പുള്ള ആർട്ടിക് പ്രദേശങ്ങളിലെ എക്സിമോ വർഗ്ഗക്കാരാണ് ഇത്തരം വീടുകൾ ശരിക്കും നിർമ്മിക്കുന്നത്. ഇവ സാധാരണയായി താഴികക്കുടത്തിന്റെ രൂപത്തിലാണ് നിർമ്മിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഫോട്ടോ എന്തെങ്കിലും അല്ലേ? ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നോ? 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. 4th സ്റ്റാൻഡേർഡ് ഇഗ്ലൂ പഠിച്ചിട്ടുണ്ട് അല്ലേ? 9ാമത്തെ ചോദ്യം ഇതാണ്. ലോക ചെസ് ചാമ്പ്യനായ ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ഉത്തരം ശരിയാണ്. അദ്ദേഹം എത്ര പ്രാവശ്യം ലോക ചാമ്പ്യൻ ആയിട്ടുണ്ടെന്നുള്ളത് അറിയോ? 5 പ്രാവശ്യം. 5 തവണയാണ് വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. 1988-ൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയതും വിശ്വനാഥൻ ആനന്ദാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ വേറെ ഒരാളും കൂടി നമ്മുടെ ലോക ചെസ് ചാമ്പ്യനായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും. അദ്ദേഹത്തിന്റെ പേര് അറിയാമോ? പഠിച്ചിട്ടുണ്ടല്ലേ? അറിയാമായിരുന്നു അല്ലേ? ഏറ്റവും പ്രായം കുറഞ്ഞ ആളല്ലേ? ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് 2ാമത്തെ ലോക ചെസ് ചാമ്പ്യനായ ഇന്ത്യക്കാരൻ ഗുഗേഷ് ഡൊമ്മരാജു ആണ്. അങ്ങനെ തന്നെയല്ലേ പേര്? ഗുഗേഷ് ഡൊമ്മരാജു. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനും കൂടിയാണ് അദ്ദേഹം. അടുത്ത അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഉത്തരം തെറ്റിപ്പോയിട്ടോ. ന്യൂഡൽഹിയിലുള്ളത് എന്താ? ഇന്ത്യ ഗേറ്റ് ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും രണ്ടും രണ്ടാണ്. ഇത് സാധാരണ എല്ലാവർക്കും മാറിപ്പോവാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് ഏത് നഗരത്തിലാണെന്നാണ്. അതിന്റെ ആൻസർ വരുന്നത് മുംബൈ. മോള് പറഞ്ഞ ഈ ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് ഉള്ള സ്ഥലമാണ് ഡൽഹി. മുംബൈയിലുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് 1911 ഡിസംബറിൽ ബ്രിട്ടനിലെ ജോർജ് 5-ാമൻ രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. കിട്ടിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അവസാനത്തെ ബ്രിട്ടീഷ് സൈനിക സംഘം രാജ്യത്തു നിന്ന് മടങ്ങിപ്പോയത് ഈ കവാടത്തിലൂടെയാണ് 1948 ഫെബ്രുവരി 28-ന്. കിട്ടിയോ? ഇനി ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവോ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗേറ്റ്? അപ്പൊ നമുക്ക് ഇനി എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. ഷെസ, കൺഗ്രാറ്റുലേഷൻസ്, 8 മാർക്ക് കിട്ടിയിട്ടുണ്ട്.
താങ്ക് യു. ഓക്കെ, അപ്പം എന്തായാലും മിടുക്കിയാണ്. 2 ചോദ്യങ്ങൾക്കുള്ള ആൻസറേ തെറ്റിപ്പോയിട്ടുള്ളൂ. അത് രണ്ടും പഠിച്ചില്ലേ ഇപ്പോൾ? ആ ഇപ്പോൾ ഷെസ പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി വിവരങ്ങളും കൂടി കിട്ടിയില്ലേ? അതെ. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ പങ്കെടുക്കോ? ആ ഇൻട്രസ്റ്റിംഗ് ആണോ? അതെ. ആ, അപ്പോൾ എന്തായാലും നല്ല മിടുക്കിയായിട്ട് ഇനിയും പഠിച്ചു മുന്നേറാം. ഇപ്പോൾ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയാട്ടോ ഷെസ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. ഓക്കെ, പറയോ? ആ ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു. താങ്ക് യു. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര.